വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചെമ്മീൻ ചമ്മന്തിയുടെ റെസിപ്പിയാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഗൈസ്, നമ്മളിതാ ഈ ഒരു ചട്ടിയിലേക്ക് നമ്മളിതാ ചെമ്മീൻ നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ഉച്ച സമയമാണ് കേട്ടോ ഇപ്പോൾ. അപ്പോൾ അതാ എൻ്റെ വീഡിയോ വ്ളോഗ് കാണുന്നവർക്കൊക്കെ അറിയാം കേട്ടോ. ഇത് നല്ല വൃത്തി കഴുകി എടുത്തിട്ട് വേണം കേട്ടോ തീയിലേക്ക് ഇട്ടിട്ട് ഇത് ചുട്ടെടുക്കാൻ. അപ്പം ഇത് നന്നായിട്ട് കഴുകി എടുക്കണം. നമ്മൾ ചെമ്മീനിൽ ചിലപ്പോൾ അഴുക്കുകളൊക്കെ ഉണ്ടാകും, അതുകൊണ്ട് നമ്മൾ ചെമ്മീൻ നന്നായിട്ട് കഴുകി എടുക്കണം കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ എടുക്കുന്നത് ഞാൻ ഒരു വീഡിയോ വരുന്നുണ്ട് കേട്ടോ, വഴിയേ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുമ്പോൾ വൈകുന്നേരമായിരിക്കും നിങ്ങൾ കാണുന്നത്. അപ്പോൾ എനിക്ക് എഡിറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് ഇടണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. അപ്പം അതുകൊണ്ട് നമ്മൾ ഒരു വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ബിഗ് ഫോൺ സ്റ്റാൻഡ് വാങ്ങിയായിരുന്നു കേട്ടോ. അതിലാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുള്ളതുകൊണ്ട് നല്ലതായിട്ടോ. അപ്പോൾ ഗൈസ്, നമ്മളിതാ ഇവിടെ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ ഗൈസ്, നിങ്ങൾ ശ്രദ്ധിക്കണം, മിക്സി വെയിലത്ത് വെക്കണം കേട്ടോ. മിക്സിയിലൊരു അംശം പോലും ഉണ്ടായിക്കൂടാ ചമ്മന്തി ആക്കണമെങ്കിൽ. അപ്പോൾ മിക്സിയിൽ വെള്ളം പോലും ഉണ്ടായിക്കൂടാ. നമ്മൾ ചമ്മന്തി പൊടിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ചമ്മന്തി തന്നെയാണ്, ചെമ്മീൻ ചമ്മന്തിയാണ് കേട്ടോ ആക്കുന്നത്. അപ്പം ഇതാ നമ്മളിതാ തീയൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു ചെമ്മീൻ നന്നായിട്ട് ചൂടാക്കുക കേട്ടോ. ഇതിൽ നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം കേട്ടോ. നമുക്കിതിൽ ആവശ്യത്തിന് എണ്ണ ഒഴിക്കണം. ഇനി നമുക്കിത് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ടെടുക്കണം. അപ്പം ഇത് ചുട്ട് വരട്ടെ, അതായിരിക്കും നമുക്ക് കാണാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ ഒരു ചെമ്മീൻ ഇവിടെ നന്നായിട്ട് വരണ്ട് വരുമ്പോഴേക്കും നമ്മളിവിടെ ഒരു സംഭവം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. തേങ്ങയും കറിവേപ്പില, 4 അല്ലി കറിവേപ്പില, പിന്നെ പുളി, ഇത്രയും നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ മിക്സി ഇവിടെ ഉണങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉണങ്ങി വരട്ടെ. അപ്പോൾ ഗൈസ്, നമ്മൾ അടക്കയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ പറമ്പിൽ നല്ല കവുങ്ങുള്ളതുകൊണ്ട് നല്ല അടക്കകളൊക്കെ ഇവിടെ ഇങ്ങനെ നിരത്തി ഇട്ടിട്ടുണ്ട് കേട്ടോ. അമ്മ അവിടെ പണി തുടങ്ങിയിട്ടുണ്ടോ, അതിന് മുന്നേ നമുക്ക് പോകാം. അപ്പോൾ ഗൈസ്, നമ്മളിതാ ഈ ഒരു കറിവേപ്പില ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളെ തേങ്ങ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പുളി എടുക്കുമ്പോൾ കുരു ഇല്ലാത്ത പുളി വേണം കേട്ടോ എടുക്കാൻ. ആ പ്ലേറ്റിലത്തെ എല്ലാ സാധനങ്ങളും നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഗായ്സ്, വെയിൽ പോയിട്ട് മഴ വരാനായ കുറച്ച് കാർമൂടം പിടിച്ചിട്ടുണ്ട്. നേരത്തെ നല്ല വെയിലായിരുന്നു, ഇപ്പോൾ കാർമൂടം പിടിച്ചിട്ട്. ഇനി നമുക്കിത് നന്നായിട്ട് വഴറ്റി വന്നിട്ട് കാണാം. ഉച്ചക്കത്ത് വേണ്ടിയിട്ടുള്ള ഉപ്പേരി ഇവിടെ സെറ്റാണ് കേട്ടോ, ചക്ക വരട്ടിയത്. അപ്പം ഗൈസ്, ഇത് തക്കാളിയും ഉള്ളിയും കൂടി ചേർന്നിട്ടുള്ള ഒരു പെരക്കാണ് കേട്ടോ ഇത്. അപ്പം ഞാനത് വേറൊരു വീഡിയോയിലേക്ക് ഇടാം. ഇന്നത്തെ ഉച്ചഭക്ഷണം സൂപ്പറാണ് കേട്ടോ, അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനങ്ങളാണ് ഈ ഒരു ചെമ്മീൻ ചമ്മന്തിയും പിന്നെ നമ്മളെ തക്കാളിപ്പെരക്കും. ഇത് അടിപൊളിയാണ് കേട്ടോ. തക്കാളിപ്പെരക്ക് ഞാൻ അടുത്ത വീഡിയോയിലിടാം. പിന്നെ ഇപ്പം ഞാൻ ഇട്ടിട്ടുള്ളത് നമ്മളെ ചെമ്മീൻ ചമ്മന്തിയാണ് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ഗൗരവമൊക്കെ ആയിട്ട് സംസാരിക്കുന്നുണ്ട്, സാരമില്ല. നമ്മളെ ചെമ്മീൻ ചമ്മന്തി ഇവിടെ ഇങ്ങനെ ചെമ്മീൻ ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇതിലോട്ട് 1 ടീസ്പൂൺ പറങ്കിപ്പൊടി ഇടുന്നുണ്ട്. അടുത്ത നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ മുളക് പൊടി 1 ടീസ്പൂൺ അല്ല കേട്ടോ ഇട്ടത്, നമ്മൾ 2.5 ടീസ്പൂൺ ഇട്ടായിരുന്നു.